ഏയ് അതൊന്നും പറയാൻ പറ്റില്ല. റിട്രൈവ് ചെയ്തെടുക്കാൻ പറ്റുന്ന എല്ലാ ഫുട്ടേജും എടുത്തേ പറ്റൂ. ഫോണുകളും ആ ലാപ്ടോപ്പും കിട്ടിയാൽ മാത്രമേ ഇനി നമുക്ക് ഒരു ഇഞ്ച് മുന്നോട്ട് നീങ്ങാൻ പറ്റൂ. അറിയാലോ അതിന്റെ സീരിയസ്നെസ്. പിന്നെ നമ്മളിങ്ങനെ ഒരു മൂവ്മെന്റ് നടത്തുന്ന കാര്യം പുറത്താരും അറിയാൻ പാടില്ല, ഇൻക്ലൂഡിങ് അവർ സബോർഡിനേറ്റ്സ്. ശരി, ഞാൻ കാലത്ത് വിളിക്കാം. എന്താടാ? അളിയ, എനിക്കൊരു കാര്യം അറിയാനുണ്ടായിരുന്നു. എന്താ? അല്ല, അന്ന് ആക്സിഡന്റ് സ്പോട്ടിൽ നിന്ന് ഒരു ലാപ്ടോപ്പ് കിട്ടിയായിരുന്നോ? നീ അവനെ കണ്ടിരുന്നോ? ആരെ? ആ ഷാനു എന്ന് പറഞ്ഞ് അവതരിച്ചോനെ. ഇല്ല. എന്താ അളിയ? അല്ല, ഈ ലാപ്ടോപ്പ് തേടി അവൻ എന്നെ കാണാൻ വന്നിരുന്നു. അപ്പോ അവൻ തിരിച്ചു വന്നോ? പിന്നെന്താ അളിയ ഇതുവരെ അത് പറയാഞ്ഞേ? ഞാൻ വേറെ കുറച്ച് തിരക്കിലായിരുന്നു. അവൻ വന്നിട്ട് എന്താ പറഞ്ഞേ? ലാപ്ടോപ്പ് കാണുന്നില്ല എന്നും പറഞ്ഞിട്ട് പോയി. എന്താടാ, അതിൽ കുഴപ്പം പിടിച്ച എന്തെങ്കിലും മെറ്റീരിയൽസ് ഉണ്ടോ? ഏയ്, ഒന്നുമില്ല അളിയ. ഒന്നുമില്ലെന്ന് നിനക്കെങ്ങനെ അറിയാം? ഒന്നുമില്ല പിന്നെ എന്തിനാ അന്വേഷിക്കുന്നത്? അത് പിന്നെ പൂജയുടെ ചില സർട്ടിഫിക്കറ്റുകൾ ഷാനുവിന് മെയിൽ ചെയ്ത് കൊടുത്തിരുന്നു. അതിപ്പോൾ അവളുടെ ഐഡിയിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. പൂജയുടെ സർട്ടിഫിക്കറ്റ് എന്തിനാ ഷാനുവിന് കൊടുത്തത്? അത് പിന്നെ അവൻ ഞങ്ങളുടെ ചെയർമാൻ ആയിരുന്നല്ലോ. ഓ, അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി. അല്ലളിയ, അവനോട് വന്നിട്ട് വേറെന്ത് പറഞ്ഞു? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. കംപ്ലൈന്റ് എഴുതി തന്നിട്ട് പോയി. അല്ല, നീ എന്തിനാ അവനെ ഭയക്കുന്നേ? ഏയ്, എനിക്ക് ഭയമൊന്നുമില്ല. അവൻ തിരിച്ചു വന്നാലും നീ സന്തോഷിക്കല്ലേ വേണ്ടത്? അവനെ നീ അപായപ്പെടുത്തിയെന്ന് ഒരാ സ്ത്രീ പറഞ്ഞില്ലേ? എന്തിനാ? ഞാൻ പോലും വെറുതെ നിന്നെ സംശയിച്ചില്ലേ? ഇപ്പൊ ആ പ്രശ്നം സോൾവ് ആയില്ലേ? പിന്നെ നീ എന്തിനാ അവന്റെ പിറകെ നടക്കുന്നേ? അവ എങ്ങോട്ടെങ്കിലും പോട്ടെ. അല്ല, നീ വല്ലതും കഴിച്ചായിരുന്നോ? വിളമ്പി വെച്ചിട്ടുണ്ട്, വന്നാ രണ്ടുപേർക്കും കഴിക്കാം. അല്ല, എന്താ അളിയനും കൂടി ഒരു രഹസ്യ ചർച്ച? പുതിയ വല്ല ഏടാ കൂടെ ഇവ ഒപ്പിച്ചോദ്ദത്തേട്ടാ. ഞാൻ എന്റെ ക്ലാസും മറ്റു കാര്യങ്ങളും ചോദിച്ചേ. അവനിപ്പോ ക്ലാസിന്റെ കാര്യത്തിലൊന്നും വലിയ താല്പര്യമില്ല. പ്രസവ ശുശ്രൂഷ എന്ന ഒറ്റ വിചാരേ ഉള്ളൂ, അല്ലേടാ? കണ്ടോ കണ്ടോ, അവൻ പോയി പോക്കണ്ടോ? എല്ലാം അവളുടെ ഉപദേശം. നീ എന്തിനാ വെറുതെ അവളെ കുറ്റം പറയുന്നേ? നിന്റെ അവനോടുള്ള അപ്രോച്ചും ഇപ്പൊ ഇങ്ങനെയൊക്കെയാണല്ലോ. എങ്ങനെയൊക്കെയാണെന്ന്? ഞാൻ എന്റെ ആങ്ങളയോട് പണ്ടും ഇങ്ങനെയൊക്കെ തന്നെയാ. അവൻ നന്നാവാൻ വേണ്ടിയില്ലേ ഞാൻ കുറ്റം പറയുന്നേ? അല്ല, എന്നാലും എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന കേൾക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല. അവന് വെറുതെ ദേഷ്യം പിടിക്കുകയും ചെയ്യും. അതാ ഞാൻ പറഞ്ഞത്, അവനിപ്പോ എന്നോട് ഒരു സ്നേഹവും ഇല്ലെന്ന്. അവനിപ്പോ അവന്റെ ഭാര്യ മാത്രം മതി. എടോ, താൻ എന്നു മുതൽ ഇങ്ങനെ ആയത്? ഒരു ടിപ്പിക്കൽ മലയാളി നാത്തൂൻ. ആ ഗോമതേച്ചയുടെ കൂടെ കുത്തിയിരുന്ന മെഗാ സീരിയൽ കാണുന്നൊരു കുഴപ്പം ഇത്. എന്താ സീരിയലിനൊരു കുഴപ്പം? ജീവിതമല്ലേ അവര് പറയുന്നേ? അതിലും വലിയ സംഭവങ്ങളല്ലേ ലോകത്ത് നടക്കുന്നത്. പത്രവും സോഷ്യൽ മീഡിയയും മനുഷ്യന് തുറക്കാൻ വയ്യ. അതിലും ഭേദം മെഗാ സീരിയൽ തന്നെ. എന്താതി മുഖം വല്ലാതിരിക്കുന്ന? ഏയ്, ഒന്നുമില്ല. എന്താടോ തന്റെ കണ്ണിന് ചുറ്റും കറുപ്പ്? എവിടെ? താൻ കണ്ണാടി ഒന്നും നോക്കാറില്ലേ? ദാ നോക്ക്, കറക്റ്റ് അല്ലേ? വൈറ്റമിൻ ഡെഫിഷ്യൻസി എന്തോ ഉണ്ടെന്നാ തോന്നുന്നത്. ഈ സമയത്ത് നല്ല പോഷകാഹാരം കഴിച്ചില്ല ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതൊക്കെ തനിക്കെങ്ങനെ അറിയാം? ഞാൻ മൊബൈലിൽ കണ്ടതാ, ഒരു ഡോക്ടർ പറയുന്നേ. ഇതൊന്നും അല്ലടോ, ഉറക്കം ശരിയാവാത്തോണ്ടാ. തനിക്കെന്താ ഉറക്കമില്ലാത്ത? ഞാൻ പറഞ്ഞില്ലേ ടെൻഷനൊന്നും വേണ്ടാന്ന്. ടെൻഷനൊന്നുമില്ല. പിന്നെന്താ? എടോ, അവനെ കുറിച്ച് തനിക്ക് എന്തെങ്കിലും വിവരം കിട്ടിയോ? എന്താടോ?
അവൻ മടങ്ങി വന്നു. താൻ കണ്ടോ? ഇല്ല, ദത്തേട്ടൻ പറഞ്ഞതാ. ദത്തേട്ടനോ? ആ, അവൻ ഇന്ന് ഓഫീസിൽ ചെന്നിരുന്നു. എന്തിന്? ഷാനുവിൻ്റെ ലാപ്ടോപ്പ് അന്വേഷിച്ചു. അത് തിരികെ കിട്ടാൻ അവൻ റിട്ടേൺ കംപ്ലൈൻറ്റും കൊടുത്തിട്ടുണ്ട്. അവന് എവിടെ നിന്ന് കിട്ടി ഇത്രയും ധൈര്യം? അതാണ് ഞാനും ആലോചിക്കുന്നത്. അതെ, എന്തേലും കുഴപ്പമുണ്ടാവോ? എന്ത് കുഴപ്പം? ഞാനല്ലേ ഇവിടെ. ഞാൻ ജീവനോടെ ഉള്ളപ്പോൾ തന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതെ, നാളെ മിക്കാറും മുത്തശ്ശി വരും. പിന്നെ എൻ്റെ ടെൻഷൻ പാതി കുറയും. തൻ്റെ കാര്യത്തിൽ എന്നേക്കാൾ വിശ്വാസം എനിക്ക് മുത്തശ്ശിയാ. പൊന്നുപോലെയാ. അല്ല, അതിനും അപ്പുറം മുത്തശ്ശി തന്നെ നോക്കുന്നത്. ആ കാര്യത്തിൽ നമ്മൾ രണ്ടുപേരും ഒരേപോലെ ഭാഗ്യം ചെയ്തവരാ.